ഹായ് ഗൈസ്. സോ നമ്മളിപ്പോൾ ഗോ ത്രൂ ചെയ്ത ഈ ആപ്ലിക്കേഷനിൽ ഇതിനു മുമ്പ് നമ്മൾ ചെയ്തത് ബാക്ക് എൻഡ് ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തിരുന്നു GraphQL. പിന്നെ ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ നമ്മളിവിടെ ചെയ്തത്, എന്നിട്ട് GraphQL കണ്ടിട്ട് നമുക്ക് ഡാറ്റ ഒക്കെ കിട്ടിയിരുന്നു. സോ ഇനി നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ പോകുന്നത് ഫുൾ സ്റ്റാക്ക് ആപ്ലിക്കേഷനാണ്. ഓക്കെ, നമ്മൾ സെപ്പറേറ്റ് ബാക്ക് എൻഡ് ഉണ്ടാക്കി, സെപ്പറേറ്റ് ഫ്രണ്ട് എൻഡ് ഉണ്ടാക്കി, പക്ഷേ നമ്മൾ ഫുൾ സ്റ്റാക്ക് ആയിട്ട് ചെയ്തിട്ടില്ല. സോ ഫുൾ സ്റ്റാക്കാണ് നമ്മൾ ഗോ ത്രൂ ചെയ്യുന്നത്. സോ ബാക്ക് എൻഡ് ഡാറ്റാ ബേസ് മുതൽ ഫ്രണ്ട് എൻഡ്, React.js കമ്പോണൻസ് പ്ലസ് ക്വറീസ് വരെ മുഴുവൻ എൻഡ് ടു എൻഡ് ആപ്ലിക്കേഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ ഗോ ത്രൂ ചെയ്യുന്നത്. സോ അതും കുറച്ച് വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ മുമ്പ് ഇറക്കിയ പോലെ ഇറക്കുണ്ടാവുക, പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഈസി ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇപ്പോൾ തുടങ്ങാൻ പോകുന്ന പ്രൊജക്റ്റിൽ ഓതൻറ്റിക്കേഷനുള്ള GraphQL ആപ്ലിക്കേഷനാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ നോക്കിയിരുന്നത് ഡാറ്റാബേസും GraphQL ക്വറികളോട് കണക്ട് ചെയ്യുന്നതാണ്. പക്ഷേ അതുമാത്രം പോരാ നമ്മുടെ പ്രൊഡക്ഷനിൽ. സോ റിയൽ പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഓതൻറ്റിക്കേഷൻ പ്ലസ് ഓതറൈസേഷനും കൂടി വേണം. ഓക്കെ, എന്തുകൊണ്ടാണ് ഓതൻറ്റിക്കേഷൻ മാറ്റർ ആവുന്നതെന്ന് വെച്ചാൽ ഓതൻറ്റിക്കേഷൻ സിസ്റ്റം GraphQL ക്വറികളോടൊപ്പം ടൈ ചെയ്യണം. യൂസറിന് ആപ്ലിക്കേഷനിൽ എത്ര ഡാറ്റ കാണിക്കണം, എന്ത് ഡാറ്റ റെസ്ട്രിക്റ്റ് ചെയ്യണം, ഇതൊക്കെയാണ് പ്രധാന പ്രശ്നം. ഇതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അടുത്തടുത്ത സെക്ഷൻസിൽ ഗോ ത്രൂ ചെയ്യുന്നതാണ്. സോ ആദ്യം നമ്മൾ യൂസർ ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഒരു ലാൻഡിംഗ് പേജ് കാണണം. ഓക്കെ, ഞാൻ കുറച്ച് മോക്കപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ഇവിടെ ഹെഡറിൽ 2 ബട്ടൺ ഉണ്ട്. എന്തൊക്കെയാണ്? സൈനപ്പും സൈൻ ഇൻ എന്നും പറഞ്ഞിട്ട് ബട്ടൺ ഉണ്ട്. സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോം തുറക്കും, സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഫോം തുറക്കണം. ഓക്കെ, സോ അങ്ങനെയാണ്. ഫോംസ് എന്ന് പറഞ്ഞാൽ മുമ്പ് ചെയ്ത ഫോംസ് പോലെ സിമ്പിളായിരിക്കും, പക്ഷേ അതിൽ ചെറിയൊരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് വാലിഡേഷൻസ് ഉണ്ടാവും. പിന്നെ മുമ്പത്തെ ഫോമിൽ യൂസർ വാലിഡ് ഇൻപുട്ട് കൊടുക്കണം എന്ന് അസ്യൂം ചെയ്തു. എറർ ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല, വാലിഡേഷൻസ് ഉണ്ടായില്ല. ഇപ്പോൾ സൈനപ്പ് ഓർ സൈൻ ഇൻ ഫോംസിലൊക്കെ ഇമെയിൽ പ്ലസ് പാസ്വേഡ് കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ഇപ്പോൾ സൈനപ്പ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇമെയിൽ പ്ലസ് പാസ്വേഡാണ് വരുന്നത്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ വരുന്നത് ഇമെയിൽ വാലിഡേഷൻ. സൈൻ ഇനിലും ഇമെയിൽ വാലിഡേഷൻ നമ്മൾ കൊടുക്കണം. സോ അത് കൃത്യമായിട്ട് വരണം. സോ അതിനൊക്കെ നമ്മളെന്ന് വെച്ചാൽ കൃത്യമായിട്ട് വാലിഡേറ്റ് ചെയ്യണം. ഇമെയിൽ DBL ഉണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം, എന്നിട്ട് പാസ്വേഡ് അത് മാച്ച് ആവുന്നുണ്ടോ എന്ന് കൺഫേം ചെയ്യണം. സോ സൈനപ്പ് കേസിൽ ഇമെയിൽ ഓൾറെഡി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതോടെയും വാലിഡേഷൻ വരണം, ഇമെയിൽ ഓൾറെഡി എക്സിസ്റ്റ് എന്നും പറഞ്ഞിട്ട്. സോ ഇൻപുട്ട് വാലിഡേഷൻ ഇല്ലെങ്കിൽ ഓതൻറ്റിക്കേഷൻ സിസ്റ്റം സേഫ് അല്ല. സോ ആ വാലിഡേഷൻ നമ്മൾ ഇൻപുട്ട് വാലിഡേഷൻ ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ ഓതൻറ്റിക്കേഷൻ ഇപ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിക്കാം. സോ ഓതൻറ്റിക്കേഷൻ കഴിഞ്ഞ ശേഷം എന്താ പറയുക, യൂസർ സൈനപ്പ് സക്സസ് ആയാൽ ഓതൻറ്റിക്കേറ്റഡ് യൂസർ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അവർക്ക് കാണിക്കേണ്ട ലോഗ്ഡ് ഇൻ പേജാണ്, ഈ പേജായിരിക്കും. ഒന്ന് ലോഗിൻ ചെയ്ത ശേഷം ഓക്കെ നിങ്ങൾ ലോഗിൻ ആയി എന്ന് പറഞ്ഞിട്ട് ഓക്കെ ലോഗിൻ പേജാണ്. എന്നിട്ട് വെൽക്കം ബാക്ക് പോലുള്ള മെസ്സേജസ് ഒക്കെ നമുക്ക് കൊടുക്കണം, ഇവിടെ നമ്മൾ കൊടുത്ത പോലെ. ഈ ആപ്പിൽ കോംപ്ലക്സ് ഡാറ്റ ഫെച്ചിങ്, GraphQL റിലേഷൻഷിപ്പ് ഇതൊക്കെ ഫോക്കസ് ചെയ്യില്ല. ഫോക്കസ് ബേസിക്കലി ചെയ്യുന്നത് ഓതൻറ്റിക്കേഷൻ പ്ലസ് വാലിഡേഷൻ പ്ലസ് ഓതറൈസേഷൻ. ഇതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇനി വരാൻ പോകുന്ന ആപ്ലിക്കേഷൻസിൽ. ഇതൊരു സ്റ്റാൻഡേർഡ് ഓതൻറ്റിക്കേഷൻ ആപ്പാണ്. GraphQL പെർസ്പെക്റ്റീവിൽ ചില ചാലഞ്ചസ് ഒക്കെ ഉണ്ട്, അത് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പൊക്കെ നോക്കുന്നതാണ് എന്താ എങ്ങനെയാണെന്നും. ഇനി നമുക്ക് ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് അടുത്ത സെഷനിൽ ഇതിൻ്റെ ചാലഞ്ചസും ഇതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യാമെന്നൊക്കെ 1 by 1 ആയിട്ട് നമുക്ക് ഗോ ത്രൂ ചെയ്യാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ റാപ്പ് അപ്പ് ചെയ്യണം. താങ്ക്സ് ലോട്ട്, ബൈ.